തിരുവനന്തപുരത്ത് നെടുമങ്ങാട് സ്വദേശിയാണ് എൻ്റെ കൂടെ ഇരിക്കുന്ന രാജ്മോഹൻ ചേട്ടൻ. നെടുമങ്ങാട് നിന്ന് വീണ്ടും ഒരു ആത്മഹത്യാ വാർത്ത വന്നിരിക്കുന്നു. ഒരു പെൺകുട്ടിയുടെ ആത്മഹത്യ ചെയ്തിരിക്കുന്നു. ആദ്യത്തെ മരണം ആത്മഹത്യയാണോ അതല്ലയോ എന്നുള്ള വിഷയം തർക്കം ഇപ്പോഴും നിലനിൽക്കുന്നു. അതെ, ഹിന്ദുജ വിഷയത്തിൽ അത് നമുക്കത് വലിയ അത്ഭുതം തോന്നുകയാണ്. നമ്മുടെ കുട്ടികളെല്ലാം ഈ എന്താണ് സംഭവിക്കുന്നത്? ഈ ബന്ധങ്ങളുണ്ടായ ഒരു വലിയ തകർച്ച തന്നെയായിരിക്കും ഇതിൻ്റെയൊക്കെ പ്രധാനപ്പെട്ട കാരണങ്ങൾ. ITI വിദ്യാർത്ഥിനി, അവർ കാമുകനുമായി കല്യാണം ഉറപ്പിച്ച വ്യക്തിയാണെന്നാണ് പ്രതിശ്രുത വരൻ അവരോട് സംസാരിച്ചതിൻ്റെ നിമിഷങ്ങൾക്കുള്ളിൽ വീട്ടിൽ പോയി ആത്മഹത്യ ചെയ്യുന്നു. ഈ പയ്യൻ വിളിച്ചിട്ട് ഫോൺ എടുക്കുന്നില്ല. തിരികെ വന്ന് നോക്കുമ്പോൾ ഈ പെൺകുട്ടി ആത്മഹത്യ ചെയ്ത് നിൽക്കുന്നതാണ് കാണുന്നത്. ഈ ആത്മഹത്യാ വാർത്തകളൊന്നും മലയാളികളെ സംബന്ധിച്ച് പുതിയ കാര്യങ്ങളല്ലെങ്കിൽ പോലും ഈ അടിസ്ഥാനപരമായി ഈ പെൺകുട്ടികൾക്ക്, അതായത് ഈ ബന്ധങ്ങളുമായി ഉണ്ടാവുന്ന വിള്ളലുകൾ, അത് സ്ത്രീധനം, ഇപ്പോൾ ഇന്ദുജയുടെ വിഷയത്തിനകത്ത് ഒരുപാട് കാര്യങ്ങൾ പിന്നീട് നമ്മൾ ആദ്യം വരുന്ന സംസാരിക്കുന്ന സമയത്ത് അതിൻ്റെ ഡെവലപ്മെന്റ്സുകൾ ഒന്നും തന്നെ വന്നിട്ടുണ്ടായിരുന്നില്ല. അത് സ്ത്രീധന പീഡനം ഉണ്ടെന്ന് ആരോപണം വന്നിരുന്നു, ജാതി അധിക്ഷേപത്തെ വന്നിരുന്നു. പക്ഷെ പിന്നീടുള്ള ഡെവലപ്മെന്റ്സിനിടയ്ക്ക് മറ്റൊരു ആളുടെ പേര്, അജാസ് എന്ന് പറയുന്ന മറ്റൊരാളുടെ പേര് കൂടി പുറത്തേക്ക് വരുന്നു. ഈ ബന്ധങ്ങളെ ഇവർ കാണുന്നതിൽ ഒരു വിള്ളലുകൾ വരുന്നു, അല്ലെങ്കിൽ ബന്ധങ്ങളുടെ ഒരു ദൃഢതയില്ലാത്ത ബന്ധങ്ങൾ. അതാണ് വാക്ക്. ഈ ബന്ധങ്ങൾ തമ്മിൽ ദൃഢത ഇല്ലാതാകുന്നു എന്നുള്ളത് തന്നെയാണ് ഇതിൻ്റെ ഒരു പ്രധാനപ്പെട്ട കാര്യങ്ങൾ. സത്യം പറഞ്ഞാൽ നമ്മുടെ നാട്ടിൽ, നമ്മുടെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ ഒരിടത്തും തന്നെ ആർക്കും ഇത്തരത്തിലുള്ള ഒരു കൗൺസിലിംഗ്, നിങ്ങൾ എങ്ങനെ ജീവിക്കണമെന്ന് മാത്രം ഒരു കൗൺസിലിംഗ് കൊടുക്കാറില്ല. ഇത്തരം ഒരു സാഹചര്യങ്ങൾ നേടേണ്ടി വന്നാൽ നിങ്ങൾ എന്ത് ചെയ്യും എന്നുള്ളതിനെക്കുറിച്ച്. മാത്രമല്ല നമ്മുടെ നാട്ടിൽ എത്രയോ ഇതിനുവേണ്ടി കൗൺസിലിംഗ് നടത്തുന്ന ആളുകളും അങ്ങനെ ഒരുപാട് പേരുണ്ട്. ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ഈ കുട്ടികൾ പഠിക്കുന്നവരാണല്ലോ, അപ്പോൾ അവരിതൊന്നും അറിയുന്നില്ല എന്നാണ്. ഈ നാട്ടിൽ ഇതൊക്കെ സംവിധാനമുണ്ട്. എനിക്കൊരു മാനസിക സംഘർഷം, ഒരു പ്രശ്നം ഉണ്ടായാൽ എനിക്കൊരു കൗൺസിലറെ പോയി കാണാം, പൈസ പോലും കൊടുക്കണ്ട. അത് നമ്മൾ ഓർക്കേണ്ട കാര്യം, ആരും പറയണ്ട. ഇത് പലരും കരുതുന്നൊരു കാര്യം, ഞാൻ അങ്ങനെ ഒരാളെ ചെന്ന് കണ്ടു കഴിഞ്ഞാൽ എന്നെക്കുറിച്ച് മോശം വിചാരിക്കുമോ, ഇത് വെളിയിറങ്ങി എല്ലായിടത്തും പറയുമോ, അങ്ങനെയൊക്കെ സംശയിക്കുന്നവരുണ്ട്. ഇതായത് ഈ അപക്വമാവുക എന്നൊരു സാധനമുണ്ട്. അതായത് നമ്മൾ പണ്ട്, എനിക്കിപ്പോൾ 30 വയസ്സുണ്ട്, അപ്പം ചെറുപ്പത്തിലൊക്കെ എന്നെക്കുറിച്ച് എന്നോടൊക്കെ എന്തെങ്കിലും പറയുമ്പോൾ ഞാൻ കേൾക്കാത്തൊരു സമയമുണ്ട്. പിന്നെ ഡിഗ്രി ഒക്കെ ആവുന്ന സമയത്ത് ചോരത്തിളപ്പിൻ്റെ ഒരു പ്രായമുണ്ട്. ഈ സമയങ്ങളിലൊന്നും നമ്മൾ ഇപ്പം ഞാൻ ഈ കാണുന്ന ലോകത്തെ കാണുന്ന പോലെയോ അല്ലെങ്കിൽ എന്നെ കാണുന്ന പോലെയോ ആയിരിക്കില്ല ആ സമയത്ത്. അപ്പൊ ഈ പക്വതക്കുറവ് ഒരു വലിയ പ്രതിസന്ധിയാണ്. ഇപ്പൊ ഇന്ദുജിക്ക് 25 വയസ്സ് മാത്രമായിരുന്നു. ഈ നെടുമങ്ങാട് മരിച്ച കുട്ടിക്ക് 19 വയസ്സ് മാത്രമാണ് ഉണ്ടായിരുന്നത്. ചെറിയ പ്രായത്തിൽ തന്നെ തോന്നുന്ന വളരെ ചെറിയ ലോകത്തിലായിരിക്കും അവരുണ്ടാവുക. ഈ പ്രതിശ്രുതവരൻ, അച്ഛനമ്മ, കുടുംബം, വിവാഹത്തെക്കുറിച്ചുള്ള സ്വപ്നങ്ങൾ, ഇതിലെന്തെങ്കിലും തരത്തിലുള്ള ചെറിയ പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ തന്നെ അപ്പം തന്നെ മാനസികമായി തകരുന്നു. ഞാൻ എപ്പോഴും എൻ്റെ അടുത്ത് കുറച്ച് പേരൊക്കെ ഒന്ന് സംസാരിക്കുന്നു. ഞാൻ പറഞ്ഞു, നിങ്ങൾ ഈ വിഷയങ്ങളൊക്കെ ഒരു 5 വർഷം കഴിയുമ്പോൾ നിങ്ങൾ ഈ വിഷയത്തെ എങ്ങനെയായിരിക്കും കാണുക എന്ന് ആലോചിച്ച് നോക്കുക. അപ്പോൾ ഇത് വളരെ നിസ്സാരമായിരിക്കും, തമാശയായി തോന്നും. നിങ്ങൾ ഈ പ്രതിസന്ധികളെ കടന്നു പോകും, നിങ്ങൾ കുറച്ചുകൂടി ബോൾഡ് ആകുമായിരിക്കും, നിങ്ങളുടെ ജീവിതത്തിൽ ഒരുപാട് മാറ്റങ്ങൾ വരും. അപ്പോൾ എന്തെങ്കിലും ഒരു പ്രശ്നം വരുമ്പോൾ അതിൽ മാത്രം തളം കെട്ടി നിൽക്കാതെ അതിന് ബിയോണ്ടായിട്ട് ചിന്തിക്കാൻ, അതിനെ മറികടന്ന് ചിന്തിക്കാനായിട്ട് പറ്റുന്നില്ല. പറ്റാത്ത സാഹചര്യങ്ങളിൽ എന്ത് ചെയ്യുക, അതിനുള്ള വിദഗ്ധ ഉപദേശങ്ങൾ തേടുക എന്നുള്ളതാണ്. ആത്മഹത്യ ഗ്ലോറിഫൈ ചെയ്യുന്ന ഒരുപാട് എഴുത്തുകളും കലാകാരന്മാരും ഫേസ്ബുക്കിൽ സ്ഥിരം കാണാറുണ്ട്. അത് നമ്മൾ ആത്മഹത്യ ഒരിക്കലും ഗ്ലോറിഫൈ ചെയ്യേണ്ട കാര്യം, കാരണം മനുഷ്യന് ജന്മം ഒരിക്കലും മാത്രം കിട്ടുന്നത് നമുക്കിനി ഇല്ല. പുനർജന്മം ഉണ്ടോ എന്ന് നമുക്കാർക്ക് യാതൊരു നിശ്ചയമില്ല. അപ്പോൾ അതുകൊണ്ട് ഈ ഉള്ള ജീവിതത്തിൽ വളരെ അതിനെ കുറച്ച് ഗൗരവതരമായ ജീവിതത്തെ കാണുക. ഞങ്ങൾ ഇങ്ങനെയായിരുന്നു, ഞങ്ങൾ സുഹൃത്തുക്കളെല്ലാം കൂടി ഇങ്ങനെ സംസാരിക്കുന്ന സമയത്ത് ഈ പ്രണയ നൈരാശ്യത്തെ കുറിച്ച് ഭയങ്കര ഗ്ലോറിഫൈ ചെയ്യുന്ന ഒരു സുഹൃത്തിന്റെ ഈ സ്റ്റാറ്റസുകൾ ഇടുമല്ലോ, അവര് ബ്രേക്കപ്പ് ആവുന്നു, അടുത്ത സ്റ്റാറ്റസ്. അപ്പൊ ഞങ്ങൾ ഇങ്ങനെ ഞാൻ സംസാരിച്ചപ്പോൾ എൻ്റെ മറ്റൊരു സുഹൃത്ത് പറഞ്ഞത് വളരെ ഇൻട്രസ്റ്റിംഗ് ആയ ഒരു വാക്കുണ്ട്. വിശപ്പാണ് ഏറ്റവും വലിയ വികാരം. വിശക്കുന്നവൻ എഴുതാനും സ്റ്റാറ്റസ് ഇടാനും നേരമില്ലാത്തതുകൊണ്ടാണ് പ്രണയം ഏറ്റവും വലിയ വികാരമായിരുന്നത്. അടിസ്ഥാനപരമായി നമുക്ക് വൈകാരികമായി നമ്മളെ പല രീതിയിൽ ചൂഷണം ചെയ്യപ്പെട്ടേക്കാം, നമ്മൾ മാനസികമായി തകർന്നേക്കാം. പക്ഷെ അതിനൊക്കെ ആത്മഹത്യയിലേക്ക് പോവുക എന്ന് പറയുന്നത്, അതിന് എൻ്റെ അമ്മ കഴിഞ്ഞ ഈ വർഷം ജനുവരിയിലാണ് മരിക്കുന്നത്. എൻ്റെ അമ്മ മരിക്കുന്ന സമയത്ത് നമുക്ക് ഈ പോകുന്നവർക്ക് അങ്ങ് പോയാൽ മതി, അവരുണ്ടാക്കി വെക്കുന്നൊരു വാക്യൂമുണ്ട്, അതൊരു ശൂന്യത. ആ ശൂന്യത ഫില്ല് ചെയ്യാൻ മറ്റൊരാൾക്കാരെ റീപ്ലേസ് ചെയ്യാൻ പറ്റില്ല. അതുപോലെ തന്നെയാണ് മരിക്കുന്ന ആളുകൾക്ക് അങ്ങ് മരിച്ചു പോയാൽ മതി, അവരുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ബന്ധുക്കൾ, അവരുടെ സുഹൃത്തുക്കൾ, അച്ഛനമ്മമാർ, ഇവരെ സംബന്ധിച്ച് നിങ്ങൾ ആലോചിക്കേണ്ടത്. മാത്രമല്ല, ഏതെങ്കിലും ഒരു ഘട്ടത്തിൽ നിങ്ങൾക്കെതിരെ എന്തെങ്കിലും തരത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ ആ പ്രതിയാവേണ്ട ആളാണ് അതിന്റെ ബാക്കി ഫലങ്ങൾ അനുഭവിക്കുന്നത്. നമ്മുടെ നാട്ടിലൊരു അവസ്ഥ ആലോചിച്ചു, ഇവരെയൊക്കെ അറസ്റ്റ് ചെയ്യുന്നു. ഇപ്പം ഏതെങ്കിലും വിഷയം വരുന്നു, അല്ലെങ്കിൽ പ്രതിസ്ഥവരനെയോ അല്ലെങ്കിൽ ഭർത്താവിനെയൊക്കെ അറസ്റ്റ് ചെയ്യുന്നു. പിന്നീട് നമ്മളിതൊന്നും അറിയുന്നില്ല. പിന്നെ വർഷങ്ങൾ നീളുന്ന കോടതി, ചിലപ്പം ചിലരെയൊക്കെ വെറുതെ വിട്ടെന്ന് പറയുന്നു.
എനിക്ക് തോന്നിയിട്ടുള്ളത് പലപ്പോഴും പിന്നെ സാക്ഷി പറയാനൊന്നും ആരും വരെയൊന്നുമില്ല. ഇല്ല. അപ്പം കോടതി കുറ്റം പറയാനൊന്നും പറ്റില്ല. ഇതിന് സാക്ഷിയും തെളിവൊക്കെ വേണം. ഉം. ഒന്നും കാണില്ല. എന്താണ് സംഭവിച്ചതെന്ന് അറിയാൻ ഈ ഭർത്താവ് അല്ലെങ്കിൽ പ്രസ്തുത വരണം എന്ന് പറയുമ്പോൾ ഇവരെ സുഹൃത്തുക്കൾ ഇവരെ പൊതു കോൺഫറൻസ് ആയിരിക്കും. ഉം. വീട്ടുകാരെക്കാളും ഒരുപക്ഷെ കുറച്ചുകൂടെ കാര്യങ്ങൾ അറിയാവുന്നുള്ളത് ഇവർക്കായിരിക്കും. ഇവരൊന്നും പറയില്ല. അതെ. അത് സത്യമാണ്. അതായത് പ്രശ്നം ഉണ്ടാകുന്ന സമയത്ത് വിക്ടിം, അതായത് ഇരയല്ല അനുഭവിക്കേണ്ടത്. ഇരയാവുന്ന ആൾക്ക് നീതിയാണ് വേണ്ടത്. അവർക്ക് നീതി ലഭിക്കാതെ ഈ പ്രതിയാകുന്ന ആളുകളുണ്ട്. അതായത് മാനസികമായി ശാരീരികമായി ഉപദ്രവിക്കുന്ന ആളുകൾക്ക് എതിരെ നിൽക്കാനും സംസാരിക്കാനും അവർക്ക് ശിക്ഷ മേടിച്ചു കൊടുക്കാനുമാണ് ഇരകൾ നിൽക്കേണ്ടത്. അതിന് പകരമായി സ്വന്തം ജീവിതം അങ്ങ് കുരുതി കൊടുത്തേക്കാം, അവരെങ്കിലും രക്ഷപ്പെട്ടോട്ടെ എന്ന് വിചാരിച്ചില്ല. ഈ നെടുമങ്ങാട് വിഷയത്തിൽ കൂടുതൽ തെളിവുകളോ കാര്യങ്ങളോ ഒന്നും പുറത്തു വന്നിട്ടില്ല. ആത്മഹത്യ മാത്രമായിട്ട് അതിനെ വന്നിട്ടുള്ളൂ. ഈ പയ്യൻ മാത്രമാണ് ആ വീട്ടിൽ സമയത്ത് സംസാരിച്ച വിഷയം എന്താണെന്നുള്ള ഇയാൾക്കും ആ കുട്ടി മരിച്ച കുട്ടിക്ക് മാത്രമേ അറിയാവൂ. നമുക്ക് ഇവരെന്താണ് സംസാരിച്ചതെന്ന് നമുക്ക് അറിയില്ല. ഈ ഇന്ദുജ വിഷയത്തിൽ തന്നെ ഈ ഭർത്താവ് അഭിജിത്തും അഭിജിത്തിനെ കൂട്ടുകാരനും ഇന്ദുജയുടെ കൂട്ടുകാരനായിരുന്നു അജാസ്. ഇവർ രണ്ടുപേരും പോലീസ് സ്റ്റേഷനിൽ എത്തിയ സമയത്ത് വന്നത് വാട്സാപ്പിൽ അവരുടെ ചാറ്റുകൾ മുഴുവൻ ഡിലീറ്റ് ആക്കി കളഞ്ഞിട്ടാണ് വന്നത്. അപ്പം ഈ കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് എന്താണെന്ന് പറഞ്ഞാൽ ഒരു പക്ഷേ അത് ട്രൈ ചെയ്തെടുക്കാനുള്ള സംവിധാനം ഇന്ന് നമ്മുടെ പോലീസിനുണ്ടെന്നുള്ളത് ഇവർക്ക് അറിയാൻ പാടില്ലാത്തതുകൊണ്ടാണ്. അപ്പൊ ഇന്ദുജ ആത്മഹത്യ ചെയ്തപ്പോൾ ആർക്ക് പോയി എന്നതാണ് ചോദ്യം. ആർക്ക് പോയി? ഇന്ദുജയുടെ മാതാപിതാക്കൾക്ക് പോയി. ഇന്ദുജയ്ക്ക് തന്നെ പോയി. സുഖമായി ജീവിക്കേണ്ടുന്ന നമ്മുടെ ശരാശരി ആയുർദൈർഘ്യം എന്തായാലും 70 വയസ്സിന് മുകളിലുണ്ട്. വലിയ കുഴപ്പങ്ങളൊന്നുമില്ലാതെ, അപകടങ്ങളില്ലാതെ, അസുഖങ്ങളില്ലാതെ പോലെ. ഇത്രയും കാലഘട്ടമാണ് എന്ത് ചെയ്തത്? അതിന്റെ കാൽഭാഗം മാത്രമേ. എന്താണ് ഈ ഗാസയിലെ അല്ലെങ്കിൽ ഈ ഇപ്പം സിറിയയിലെ ഒക്കെ കേട്ട മനുഷ്യരുടെ ജീവിതം അനുസരിച്ച് നോക്കുമ്പോൾ നമ്മളൊക്കെ എത്രയോ സ്വസ്ഥരായി ജീവിക്കുന്നവരാണ് ഈ രാജ്യത്ത്. നമ്മൾ ഇതുപോലത്തെ ഒരു അവസ്ഥ ഇവർ നേരിട്ടിട്ട് ഇവർ കണ്ടിട്ടോ കേട്ടിട്ടോ ഇല്ല. പത്രം വായിക്കുകയോ ഒന്നും ഇല്ലായിരിക്കും, അവർക്ക് ധാരണയില്ലായിരിക്കും. എങ്കിൽ പോലും ഞങ്ങളെക്കാൾ ദുരിതം അനുഭവിക്കുന്ന ആലയുന്ന എത്രയോ പേര് ലോകത്തുണ്ട് എന്ന് മിനിമം ചിന്തിച്ചാൽ മതി, അവരവനുണ്ടായിരിക്കും. ഇത് മാത്രമല്ല, ഈ ആത്മഹത്യ ചെയ്യുന്ന കുട്ടികൾ ഇതൊരു മാതൃകയെ സ്വീകരിക്കപ്പെടുന്ന ഒരു കാര്യങ്ങളുണ്ട്. അതായത് പല വിഷയങ്ങളിൽ ഇപ്പോൾ പണ്ടൊരു ഇൻഫ്ലുവൻസർ കുട്ടി 18 വയസ്സ് 20 വയസ്സിനുള്ളിൽ കുട്ടി, ആ കുട്ടി പ്രണയനൈരാശ്യം വരുന്നു. ആ കുട്ടി ഇൻസ്റ്റഗ്രാമിലെല്ലാം ഇടുന്ന വീഡിയോകളിലെല്ലാം ചിരിച്ചും സംസാരിച്ചും വളരെ ബോൾഡായി സംസാരിക്കുന്നു. പക്ഷേ കുറച്ച് ദിവസങ്ങൾക്കുള്ളിൽ ഈ പെൺകുട്ടി ആരോ കാമുകനെ തേച്ചു എന്നൊക്കെയാണ്. നമുക്ക് ഈ പ്രണയ ബന്ധങ്ങൾ നടക്കുന്ന കാര്യങ്ങളെക്കുറിച്ച് അറിയില്ല. പക്ഷെ സോഷ്യൽ മീഡിയ എന്ത് ചെയ്യും? സ്ത്രീകൾക്കെതിരെ പെട്ടെന്ന് ഒരു ജഡ്ജ്മെന്റ് അങ്ങ് ഉണ്ടാക്കി അവള് കാരണമാണ് തേപ്പുകാരി എന്നൊരു പേരും കൂടി ഇടും. ഈ തേപ്പുകാരി എന്ന പേര് വീഴുന്നതോടുകൂടി വലിയ രീതിയിലുള്ള സൈബർ ലിഞ്ചിങ് ഈ പെൺകുട്ടിക്ക് അനുഭവിക്കും. ഈ പെൺകുട്ടി ആത്മഹത്യ ചെയ്യുകയും ചെയ്തു. ആരാണ് ഉത്തരവാദിത്തം പറയുന്നത്? സമൂഹം അതിനകത്ത് പ്രതികളാണ്. അതുപോലെ തന്നെ എത്രയോ കേസുകൾ ഉണ്ടായിട്ടുണ്ട്. ഈ പ്രത്യേകിച്ച് നമ്മുടെ ആത്മാഭിമാനം ഭയന്നുകൊണ്ട് സ്ത്രീകളുടെ ഒന്നെങ്കിൽ അവരുടെ പ്രണയിച്ചിരുന്ന സമയത്ത് വീഡിയോകൾ പുറത്തുവിടുക, അവരുടെ ചിത്രങ്ങൾ പബ്ലിഷ് ആക്കുമെന്ന് പറയുക. കഴിഞ്ഞ ദിവസം ബാംഗ്ലൂരിൽ പണ്ട് ബോർഡിംഗ് സ്കൂളിൽ പഠിച്ചിരുന്ന സമയത്ത് പ്രണയിച്ചുകൊണ്ടിരുന്ന ആളുകൾ അവർ തമ്മിലുണ്ടായിരുന്ന ഫോട്ടോകളും വീഡിയോകളും കൊടുക്കുമെന്ന് പറഞ്ഞ് 10 വർഷത്തിനിപ്പുറം, എനിക്കൊന്ന് 10 വർഷത്തിനുള്ളിൽ വീണ്ടും കണ്ട സമയത്ത് ഇവൻ എന്ത് ചെയ്തു? പെൺകുട്ടിയെ ടാർഗറ്റ് ചെയ്യുന്നു. 2.5 കോടി രൂപയാണ് തട്ടിച്ചത്. അതായത് ഇങ്ങനത്തെ പ്രശ്നങ്ങൾ, അതായത് ബ്ലാക്ക് മെയിലിങ്ങും അതുപോലെ പെൺകുട്ടിയുടെ ശരീരത്തെ വെച്ചുകൊണ്ടുള്ള ഇത്തരത്തിലുള്ള പണം തട്ടിപ്പുകൾ, അതുപോലെ തന്നെ എന്തെങ്കിലും തരത്തിൽ പറയുമ്പം ഇരകളുടെ മേലെ ഇങ്ങനെ ഒരു 19 വയസ്സുള്ള പെൺകുട്ടീനെ വിവാഹം കഴിക്കാൻ പോകുന്ന പെൺകുട്ടി വിവാഹത്തിലേക്കൊന്നും എത്തുന്ന പ്രായം പോലും ആയിട്ടില്ല. അത് ലോകം കണ്ടിട്ടില്ല, അത് തൊഴിൽ എടുത്തിട്ടില്ല, പഠിക്കുന്നത് മാത്രമേ ഉള്ളൂ. നമ്മുടെ നാട്ടിലെ നമ്മൾ ഈ ഇപ്പം എപ്പോഴും കുറ്റം പറയുന്നത് ന്യൂജൻ ആളുകളെയാണ്. പക്ഷെ ഇതിലേക്കൊക്കെ ഈ പെൺകുട്ടി ഉൾപ്പെടെ തള്ളിവിടുന്നത് അവരുടെ മാതാപിതാക്കളും കൂടി ഉണ്ടാവുന്നൊരു സമൂഹം കൂടി ഉണ്ട് ഒരു പ്രായത്തിനുള്ളിൽ തന്നെ. മാത്രമല്ല ഇന്നത്തെ ഡിജിറ്റൽ ലോകത്ത് ഇവർ പലപ്പോഴും യാഥാർത്ഥ്യത്തിലല്ല ജീവിക്കുന്നതെന്ന് തോന്നിയിട്ടുണ്ട്. അത് വലിയ പ്രശ്നം. അപ്പം നമ്മളിപ്പം പണ്ടൊക്കെ കല്യാണമേ ഉള്ളൂ, കല്യാണം നടത്തും, അല്ലെങ്കിൽ എൻഗേജ്മെൻറ്റ് നടത്തും. ഇപ്പം എന്താ ഹൽദി, ദിവസങ്ങൾ നീണ്ടു നിൽക്കുക കല്യാണം, പ്രമുഖരുടെ മക്കളുടെ കല്യാണം, നമ്മളിങ്ങനെ ഭയങ്കര ആഘോഷമായിട്ടൊക്കെ കാണുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെ നമ്മുടെ നാട്ടിൽ ഈ ചില പെൺകുട്ടികൾ അവരുടെ കല്യാണത്തിന് സാമ്പത്തിക സ്ഥിതി അത്ര ഇല്ലാത്ത അച്ഛനമ്മമാർ ഇതൊക്കെ വേണമെന്ന് ആവശ്യപ്പെട്ടാൽ അവരും ഭയമാണ്. കാരണം അതല്ലെങ്കിൽ ചെയ്തില്ലെന്ന് പറഞ്ഞാൽ ആത്മഹത്യ എന്നുള്ളത് അവർക്ക് അങ്ങനെ വിശ്വസിക്കാതിരിക്കാൻ പറ്റും. അപ്പോൾ ഇതൊരു വലിയ വിഷയം തന്നെയാണ്. ഈ നമ്മുടെ നാട്ടിൽ ഒന്നുകൂടെ രണ്ടാമത്തെ കുട്ടികൾ ആത്മഹത്യ ഇറങ്ങുന്നത് അതുകൊണ്ട് തന്നെ ചിലപ്പോൾ ഇവർ പറഞ്ഞ എല്ലാ കാര്യങ്ങളും അവർ അംഗീകരിച്ചു കൊടുക്കേണ്ടി വരും വീട്ടുകാർ. അല്ലെങ്കിൽ ഇപ്പോൾ ആത്മഹത്യയെങ്കിലോ ഒന്നും ഈ ആത്മഹത്യ ചെയ്ത് കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഇനി പോട്ടെ കല്യാണം കഴിച്ചത് പോയാൽ ഇവരെ തമ്മിൽ ഇപ്പം പ്രശ്നം ഉണ്ടാകുന്നു. ഒത്തുപോകുന്ന സമയത്തെല്ലാം പ്രതിസന്ധികളും പ്രശ്നങ്ങളും ഉണ്ടാകുന്നു. ഇഷ്ടമില്ലെങ്കിൽ മാറിപ്പോവുക, 2 വഴികളായി തിരിയുക എന്നുള്ളതാണ്. ഇവർ തമ്മിൽ നാട്ടുകാരറിഞ്ഞല്ലോ, വിവാഹം നിശ്ചയിച്ചല്ലോ എന്ന് വിചാരിച്ചുകൊണ്ട് വീണ്ടും പിടിച്ച് കെട്ടി എങ്ങനെയെങ്കിലും
കൂട്ടിക്കെട്ടിയ എല്ലാവർക്കും ഈ സമൂഹത്തിൻ്റെ മുന്നിൽ നമ്മൾ മോശക്കാരാവരുത് എന്നുള്ളതാണ്. നാട്ടുകാരോട് എന്ത് പറയും എന്നുള്ളതാണ് നമ്മുടെ അച്ഛനമ്മമാരുടെ പലരുടെയും ചോദ്യം. ഞാൻ നാട്ടുകാരടുത്ത് എന്ത് പറയും? ഈ നാട്ടുകാരും കാണില്ല, നമ്മുടെ കുട്ടിക്ക് ദുരന്തം വരുമ്പോൾ ആരും കാണില്ല. ഇപ്പൊ പന്തീരങ്കാവ് ഗാർഹിക പീഡനം കണ്ടില്ലേ എന്താ സംഭവിച്ചത്? അടിസ്ഥാനപരമായി അതിൽ വേറെ തന്നെ കേസാണ്. സൈക്കോ രാഹുലിന്റെ ഭാര്യയും കൂടെ ആദ്യം അച്ഛനും അമ്മയാണ് നാണം കിടത്തിയത്. അവര് പിന്നീട് എന്ത് ചെയ്തു? പെൺകുട്ടി ഇപ്പം ജീവനും കൊണ്ട് രക്ഷപ്പെട്ടോടി. അല്ല, അതൊക്കെ തന്നെ നമ്മൾ മനസ്സിലാക്കണം. നമ്മുടെ നാട്ടിൽ വേറെ ഏതെങ്കിലും ഒരു വീട്ടിൽ പെൺകുട്ടിക്ക് ഇത് സംഭവം ഉണ്ടാകുമ്പോഴേ അവർ ടി വി കാണുകയോ അല്ലെങ്കിൽ പത്രത്തിൽ വായിക്കാൻ ചെയ്ത അച്ഛനമ്മരൊന്ന് മടിക്കും. കാരണം സത്യമാണോ? നമ്മൾ നാളെ കോടതിയിൽ പോലീസിന് മുന്നേ ചെല്ലുമ്പം ഇവള് മാറ്റി പറഞ്ഞാൽ നമ്മൾ കുടുങ്ങിയില്ല, നമ്മൾ മോശക്കാരായാലും ചിന്ത അവർക്കും വരും. എന്തായാലും എനിക്ക് പറയാനുള്ളത്, അടിസ്ഥാനപരമായി എന്തെങ്കിലും തരത്തിലുള്ള പ്രശ്നങ്ങളുണ്ടെങ്കിൽ ആത്മഹത്യയല്ല, നിങ്ങൾ അതിനകത്തൊരു പ്രതിസന്ധി അനുഭവിക്കുന്നുണ്ടെങ്കിൽ ഈ നാട്ടിൽ സർക്കാർ സംവിധാനങ്ങളുണ്ട്. ഈ നാട്ടിൽ നിങ്ങൾക്ക് കൗൺസിലിങ്ങിന് പോകാം. ഒത്തുതീർപ്പിൽ മുന്നോട്ട് പോകാൻ പറ്റുന്നില്ലെങ്കിൽ ബന്ധത്തിൽ നിന്നും വളരെ മാന്യമായി ആധുനിക പൗരന്മാരായി നിന്നുകൊണ്ട് കൈ കൊടുത്ത് പിരിയുക. ഇത് നിങ്ങൾ ജീവിച്ചിരിക്കുന്നതിനേക്കാൾ അപമാനം ഒരുപക്ഷെ വീട്ടുകാർ സഹിക്കണം നിങ്ങൾ മരിച്ചതിന് ശേഷം. കാരണം പിന്നീട് സമൂഹ മാധ്യമങ്ങൾ ഇവരെക്കുറിച്ച് വരുന്ന കഥകൾ ഇതൊന്നും യാഥാർത്ഥ്യമുള്ളതായിരിക്കണമെന്ന് യാതൊരു നിർബന്ധമില്ല. ഇന്ദുജയെക്കുറിച്ച് പോലും ഒരുപാട് ഇപ്പോൾ എന്തൊക്കെയോ കഥകൾ സമൂഹ മാധ്യമങ്ങൾ പലരും എഴുതുന്നുണ്ടെന്ന് പറയുന്നുണ്ട്. അപ്പോൾ അത് ആ അച്ഛനമ്മമാർക്ക് എന്തുമാത്രം വേദന ഉണ്ടാക്കുമെന്ന് നമ്മൾ ഓർക്കുക. നമ്മൾ ഇത്തരം കാര്യങ്ങൾ ഇറങ്ങി പുറപ്പെടും മുമ്പേ ഇതിന് നിയമപരമായ സംവിധാനവും ഇവിടെ സുരക്ഷിതം തരാനുള്ള ഒരുപാട് കാര്യങ്ങൾ നമ്മുടെ സർക്കാരിൻ്റെ ഭാഗത്തുണ്ട്. നാട്ടുകാരെന്ത് വിചാരിക്കും എന്ന് ചിന്തിച്ചുകൊണ്ട് ഇരിക്കാതെ അത്തരം കാര്യങ്ങളിലേക്ക് പോവുക, ധൈര്യമായി നിൽക്കുക. എത്രയോ പെൺകുട്ടികൾ ധൈര്യമായി ഇത്തരം പ്രശ്നങ്ങൾ നേരിട്ട് ജീവിതത്തിൽ വിജയം നേടിയ എത്രയോ പേരുണ്ട്. അവരെ മാതൃകയാക്കാൻ ശ്രമിക്കുക. ആത്മഹത്യ ഒന്നിനും ഒരിക്കലും ഒരു പരിഹാരമേ അല്ല.